ഉത്രാടമാണ്, നാളെ തിരുവോണമാണ്. പക്ഷേ നല്ല മഴയുമുണ്ട്. മഴയുടെ വാർത്തയിൽ നമുക്ക് തുടങ്ങാം. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങുന്ന കേരളത്തിൽ അടുത്ത 3 ദിവസം കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ എന്ന് പറഞ്ഞാൽ 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. തിരുവോണ ദിനമായ നാളെയും മഴ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ മധ്യ കേരളത്തിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ബാക്കി ജില്ലകളിലേത് താമസിയാതെ പുറമേ വരും. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. ദില്ലിയിൽ മഴയ്ക്ക് ശമനമില്ല. രാവിലെ മുതൽ കനത്ത മഴയാണ് പെയ്യുന്നത്. താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ദില്ലിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എന്നതാണ് പ്രത്യേകത. വിമാന സർവീസിനെയും മഴ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ദില്ലിയിൽ നിന്ന് ആദിൽ പാലോട് ആദ്യം നമുക്ക് ഇപ്പം ചേരുന്നു. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. ആദിൽ പാലോട്, ഉത്രാട ദിനാശംസകൾ. രാവിലെ തന്നെ നല്ല മഴയാണെന്ന് തോന്നുന്നു ദില്ലിയിൽ. സാധാരണ നമ്മുടെ കോട്ടയത്തും കുട്ടനാട്ടിലും ഒക്കെ മഴ പെയ്യുന്ന പോലെയാണല്ലോ ഇപ്പോൾ ദില്ലിയിൽ ആദിൽ പാലോട് നിൽക്കുന്ന സ്ഥലത്തെ മഴയും മഴക്കാഴ്ചയും. ഇപ്പോൾ കണ്ടാൽ നമ്മുടെ റാന്നി അമ്പലപ്പുഴ തിരുവല്ല പാത പോലെയുണ്ട്, അല്ലെങ്കിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി പാത പോലെയുണ്ട് ആദിൽ നിൽക്കുന്ന സ്ഥലം. അതിലെവിടെയാണ് നിൽക്കുന്നത്? എപ്പോൾ മുതലാണ് മഴ? ഡൽഹിയിൽ നല്ല മഴയാണോ ഉത്രാട ദിനത്തിൽ? അരുൺകുമാർ, നല്ല മഴയാണ്, പെരുമഴ പെയ്യുകയാണ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലുമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലിയുടെ സെൻട്രൽ ഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിന് സമീപമാണ്. ഇവിടുത്തെ വെള്ളക്കെട്ട് കാണുമ്പോൾ അറിയാം, എൻ്റെ മുട്ടിനടുത്ത് വരെ വെള്ളം നിൽക്കുന്നതാണ് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച. ഇവിടുന്ന് വാഹനങ്ങളൊക്കെ പ്രയാസപ്പെട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ദില്ലിയിൽ ഇന്നലെ മുതലാണ് കനത്ത മഴ തുടങ്ങിയത്. രാത്രി മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും മഴ ശക്തമായിരിക്കുന്നു. ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഇതൊരു പ്രധാന പാതയാണ്, ഒരു അണ്ടർ പാസേജ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്തുകൂടി പ്രധാന പാതയിലും പല ഭാഗങ്ങളിലായി വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ കുറവാണ് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. അത്രയ്ക്ക് മഴയാണ് ദില്ലിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദില്ലിയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്നതാണ്. ഇനി വരുന്ന മണിക്കൂറുകളിലും കനത്ത മഴ തുടരാൻ തന്നെയാണ് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. 356 വിമാന സർവീസുകളെയാണ് ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ബാധിച്ചിരിക്കുന്നത്. 26 വിമാനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കി. 15 വിമാനങ്ങൾ ചണ്ഡീഗഡിലേക്കും ജയ്പൂരിലേക്കുമൊക്കെ വഴിതിരിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്. അതായത് കനത്ത മഴ ദില്ലിയിൽ തുടരുകയാണ്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. താഴ്ന്ന ഭാഗങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ജീവനക്കാരൻ, MCDO കോർപ്പറേഷന്റെ ഒരു ജീവനക്കാരനാണ് അവിടെ നിന്നും ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. കനത്ത മഴ, വെള്ളക്കെട്ട്. ദില്ലിയിൽ ഉത്രാട ദിനം നനഞ്ഞു കുളിച്ചുകൊണ്ടായിരിക്കും ഈ പാച്ചിലൊക്കെ ദില്ലിയിലെ മലയാളികൾ നടത്തുക എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. നാളെ തിരുവോണ ദിനത്തിലുമെല്ലാം ശക്തമായ മഴയുണ്ടാകും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. ഓറഞ്ച് അലർട്ടാണ് ദില്ലിയിൽ. നാളെയും എന്ത് അലർട്ടാണ് ദില്ലിയിൽ? അരുൺകുമാർ, ഓറഞ്ച് അലർട്ട് തുടരുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഓറഞ്ച് അലർട്ട് ആയിരിക്കില്ല, റെഡ് അലർട്ടിലേക്ക് പോകേണ്ടി വരും എന്നതാണ്. ഇന്നലെയും ആദ്യഘട്ടത്തിൽ യെല്ലോയും ഓറഞ്ചൊക്കെ ആയിരുന്നു. പിന്നീട് ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്താൽ അറിയാം എത്ര ആഴം ആ ഭാഗത്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ഏതായാലും കനത്ത മഴയാണ് ദില്ലിയിലുള്ളത്. നാളെയും തിരുവോണ ദിനത്തിലും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലുമെല്ലാം മഴ തുടരും. അതൊരു റെഡ് അലർട്ടിലേക്കൊക്കെ പോകാൻ കഴിയുന്ന വണ്ണമുള്ള മഴയാണ് ദില്ലിയിൽ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്നും കനത്ത മഴയിൽ തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. ആദിലിന്റെ മുട്ടോളം വെള്ളം എത്തിക്കഴിഞ്ഞു. ഓറഞ്ച് അലർട്ടാണ് ദില്ലിയിൽ.